സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സഭയിൽ നമുക്ക് അല്പസമയം മുമ്പ് വരെ കാണാൻ കഴിഞ്ഞത്. മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ADGP വിഷയം ചോദിച്ച പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്തതോടെയാണ് ഈ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. പിന്നീട് ചെയറിന് താഴെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. എന്നാൽ അതിന് ഇടയിലും പ്രതിഷേധത്തിനിടയിലും മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വലിയ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അവർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. സേഫ് സൈൻ ലാബ്ഡീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഇന്നിപ്പോൾ സഭ പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ചോദ്യോത്തരവേളയിൽ തന്നെ വലിയ പ്രതിഷേധം നമുക്ക് അകത്ത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ. സഭാ സമ്മേളനം അതിന്റെ സജീവമായി വന്ന ആദ്യ ദിവസം തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർ നിന്ന് കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് നിയമസഭയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളിയാഴ്ചയാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചതെങ്കിൽ അന്ന് സജീവമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്തിമോപചാരം അർപ്പിച്ച് സഭ പിരിയുകയായിരുന്നു. ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ച ആ സെക്കൻഡ് മുതൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർ നിൽക്കുന്നതാണ് നമുക്ക് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത്. ആദ്യം ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവാണ് ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്പീക്കറിൽ ചില ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒഴിവാക്കി എന്നുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. അതിൽ സാങ്കേതികമായ നടപടിക്രമങ്ങളാണ്, അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളോ ഇല്ല എന്ന് പറഞ്ഞ് അതിനെ വിശദീകരിക്കാൻ വേണ്ടി സ്പീക്കർ AN ഷംസീർ ശ്രമിച്ചു. അത് പിന്നീട് ചോദ്യോത്തരവേളയിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ മുതൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായിട്ട് നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതാണ് പിന്നീട് സഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, സ്പീക്കറുമായി ബന്ധപ്പെട്ട് സ്പീക്കറെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി ഈ ചോദ്യോത്തരവേളയിലെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടെ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായില്ല. വലിയ രീതിയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ച ആ ചോദ്യം സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിന് പിന്നാലെ സ്പീക്കർക്കെതിരെ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ രംഗത്ത് വന്നു. പക്വതയില്ലാത്ത ആളാണ് സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്പീക്കർക്കെതിരായ വിമർശനങ്ങൾ അദ്ദേഹം തുടങ്ങുന്നത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് താനാണ് പ്രതിപക്ഷ നേതാവ്, അത് സ്പീക്കർക്ക് പക്വതയില്ലാത്തത് കൊണ്ടാണ് ഒരു സ്പീക്കറും ചെയ്യാത്ത തരത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ചോദ്യോത്തരവേള ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു കൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഹിഷ്കരണം തുടരുകയാണ്. ശൂന്യവേളയിൽ അവർ തിരികെ എത്തുകയും ചെയ്യും. ഇതിന് പിന്നാലെയാണ് പാർലമെന്ററി കാര്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷത്തെ നേരിട്ടത്. സ്പീക്കർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള രീതികൾ പ്രതിപക്ഷ നേതാവ് തുടരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി മുന്നോട്ട് വെച്ചു. അത് ഒരു അറ്റാക്കിംഗ് മോഡിൽ തന്നെ ഉണ്ടായിരുന്നു ഭരണപക്ഷവും ഉണ്ടായിരുന്നത്. നേരിടാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഭരണപക്ഷം എത്തിയിരിക്കുന്നത് എന്ന സൂചന നൽകുന്ന തരത്തിൽ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ നിലപാടുണ്ടായത്. സ്പീക്കർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ആദ്യം പാർലമെന്ററി കാര്യമന്ത്രി മുന്നോട്ട് വെച്ചത്. തുടർച്ചയായി ഇങ്ങനെ സ്പീക്കർ ചെയറിനെതിരെ അധിക്ഷേപം, പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരെ അധിക്ഷേപം തുടരുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വമായ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നുകൂടി പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ട് പാർലമെന്ററി കാര്യമന്ത്രിയായ MP രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു വലിയ പദവിയിലുണ്ട്, മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ്, അദ്ദേഹം തന്നെ അദ്ദേഹത്തെ സ്വയം മുകളിൽ പ്രതിഷ്ഠിക്കുകയാണെന്ന് ഒരു വിമർശന സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു പരിഹാസ രൂപേണെ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും എഴുന്നേറ്റ് പ്രതിപക്ഷ നേതാവിനെതിരെ നിലപാട് സ്വീകരിച്ചു. സഭാ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപമാണ് ചെയറിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലവാരമില്ല എന്ന വാക്കുകൂടി മുഖ്യമന്ത്രി അതിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നിലപാട് സഭ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ് എന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും സഭാ സമ്മേളനം എങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കുമെന്ന സൂചന നൽകുന്ന തരത്തിൽ തന്നെയാണ് ആദ്യത്തെ ചോദ്യോത്തരവേളയിൽ ഒരു അരമണിക്കൂർ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ നിന്ന് പോരാടുന്ന കാഴ്ച. പ്രതിപക്ഷം ഒരു അറ്റാക്കിംഗ് മോഡിൽ വരുമ്പോൾ അതിനെ അതേ സ്വഭാവത്തിൽ നേരിടാൻ വേണ്ടി ഭരണപക്ഷവും തീരുമാനമെടുത്തിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ചോദ്യോത്തരവേളയിലെ ആദ്യത്തെ അരമണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അമൃത.